അപ്പോൾ എല്ലാവരുടെയും ചോദ്യം അല്ലെങ്കിൽ സംശയം, എന്തിനാണ് ഞാൻ മത്സരിക്കുന്നത്? ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഉദ്ദേശം എന്താണ്? നിനക്കെന്ത് യോഗ്യത? അതൊക്കെയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ മത്സരിച്ചവരും ഇതുവരെ ഇവിടെ ഭരിച്ചവരുടെയൊക്കെ യോഗ്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ അത്രയൊക്കെ തന്നെ യോഗ്യതയല്ല, അതിൽ കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എന്താണ് ഉദ്ദേശം? എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ മത്സരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു. ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലാണ്. അങ്ങനെ പ്രത്യേകിച്ച് സംഘടനകളുടെ ഉദ്ദേശമോ ഒന്നുമില്ല. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു കാലത്ത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഭരിക്കുന്നൊരു കേരളത്തെ പറ്റി വേണമെങ്കിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. ഇന്ന് വരെ ഞാൻ ഇവിടെ ഇത്രയും നാൾ ജീവിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ ഇവിടുത്തെ അഴിമതികൾ പൂർണ്ണമായും ഇല്ലാണ്ടാക്കും അല്ലെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക് സൊല്യൂഷൻ ഒരു തരത്തിലും ഞാൻ കേട്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ല. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചു. ചാരിറ്റി തട്ടിപ്പുകൾ, അതിന് പെർമനന്റ് സൊല്യൂഷനായിട്ട് ഞാനൊരു വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഈ പണി പാളും മക്കളെ. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വളരെ കൃത്യമായ തെളിവുകളും കണക്കുകളും മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. വ്യക്തികളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പല രൂപത്തിലും ഞാൻ കളത്തിലിറങ്ങും. എന്റെ രീതികൾ വ്യത്യസ്തമാണ്, ചെലവ് കൂടിയതാണ്. പക്ഷെ വിജയം കാണാതെ ഞാൻ ഇന്ന് വരെ മടങ്ങിയിട്ടില്ല.